നമസ്കാരം. ഞാൻ ഡോക്ടർ ജേക്കബ് ജോർജ്, SUT ആശുപത്രി പട്ടത്തിലെ സീനിയർ കൺസൾട്ടൻറ്റ് നെഫ്രോളജിസ്റ്റാണ്. വൃക്കകൾ നമ്മുടെ ശരീരത്തിൽ പ്രധാന അവയവങ്ങളിലൊന്നാണ്. പല കാരണങ്ങൾ കൊണ്ട് വൃക്കകളിനെ അസുഖം ബാധിച്ചേക്കാം. വൃക്കകൾ പൂർണ്ണ തകരാറായ ശേഷം പിന്നെ ജീവൻ നിലനിർത്താൻ ഡയാലിസിസോ വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ വേണ്ടി വന്നേക്കാം. ഇത് തടയാൻ വേണ്ടി നമ്മൾ നേരത്തെ തന്നെ വൃക്കകൾ ബാധിക്കുന്ന അസുഖങ്ങൾ ഉള്ളത് നമ്മൾ മനസ്സിലാക്കുക. വൃക്കകളെ ബാധിച്ചിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ആദ്യ ഘട്ടത്തിൽ കണ്ടുപിടിക്കുക, തക്കതായ ചികിത്സ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വൃക്ക ഡാമേജ് കൂടുന്നതിൻ്റെ വേഗതയോ പൂർണ്ണ ഡാമേജ് ആവാതിരിക്കാനും സാധിക്കാം. എന്തുകൊണ്ടാണ് വൃക്കകളിനെ ബാധിക്കുന്ന കാരണങ്ങൾ? കുട്ടികളിൽ പ്രധാനമായിട്ട് കൺജനിറ്റൽ ഡിസീസസ് അല്ലെങ്കിൽ ജന്മനമായുള്ള തകരാറ് കൊണ്ട് വൃക്കകളിനെ ബാധിക്കാം. പോസ്റ്റീരിയർ യൂറിത്രൽ വാൽവ് കുട്ടികൾ, പ്രത്യേകിച്ച് ആൺകുട്ടികളിൽ കാണുന്ന ഒരു കൺജനിറ്റൽ പ്രശ്നമാണ്. ഇതിൽ നമുക്ക് മൂത്രം ഒഴിക്കുമ്പോൾ തടസ്സം വരിക. അപ്പം നമ്മൾ ചിലപ്പം അമ്മ ഗർഭിണിയാകുമ്പോൾ തന്നെ നമ്മൾ സ്കാൻ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാം കൊച്ചിൻ്റെ വൃക്കകൾ വീങ്ങിയിരിക്കുകയാണ്, ഹൈഡ്രോനെഫ്രോസിസ് വന്നിട്ടുണ്ട്. അത് ഈ മൂത്രം കംപ്ലീറ്റ് ആയിട്ട് പോകാനുള്ള തടസ്സം കൊണ്ടാണ്. ഈ പോസ്റ്റീരിയർ യൂറിത്രൽ വാൽവാണ് അതിൻ്റെ പ്രധാന കാരണം. അപ്പം ജനിച്ച ശേഷം കുട്ടിക്ക് മൂത്രം ഒഴിക്കാനുള്ള തടസ്സം വരിക, ചിലപ്പോൾ മൂത്രം ഒഴിക്കുമ്പോൾ കരച്ചിൽ വരിക. പിന്നെ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ മനസ്സിലാക്കാം തടസ്സം കൊണ്ട് വൃക്കകളിൽ വീങ്ങി വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ തന്നെ കണ്ടുപിടിച്ച് അതിൻ്റെ ആ തടസ്സം മാറ്റി കിട്ടുവാണെങ്കിൽ ഭാവിയിൽ ആ വൃക്ക ഡാമേജ് കൂടാതിരിക്കാനുള്ളത് നമുക്ക് സാധിക്കും. പിന്നെ വരുന്ന ഒരു അസുഖം കൺജനിറ്റൽ വേറെ പ്രോബ്ലംസ് കൊണ്ട് വരാം. ചിലപ്പോൾ ഈ സിസ്റ്റിക് ഡിസീസ് ഓഫ് ദി കിഡ്നി, മൾട്ടി സിസ്റ്റിക് ഡിസീസ് കൊണ്ട് വരാം. പിന്നെ കുട്ടികൾ ചിലപ്പോൾ മൂത്രം നമ്മൾ ഒഴിക്കുമ്പോൾ സാധാരണ മൂത്രം മുഴുവൻ താഴോട്ടുകൂടെ പോകുന്നത്. മൂത്രസഞ്ചി വന്നിട്ട് നമ്മൾ വെളിയിലോട്ട് മൂത്രം ഒഴിക്കുമ്പോൾ വെളിയിലോട്ട് പോകും. പക്ഷേ ചിലവർക്ക് കുറച്ച് മൂത്രം മേലോട്ട് വൃക്കകളോട്ട് തന്നെ തിരിച്ചു പോകും. അത് ഈ വെസൈക്കോ യൂറിട്രിക് റിഫ്ലക്സ് എന്ന് പറയും. ഇതും ഒരു കുട്ടികളിൽ ഒരു വലിയ അൺകോമൺ ആയിട്ട് കാണുന്ന ഒരു അസുഖമാണ്. അത് പ്രത്യേകിച്ച് വിട്ട് മൂത്രത്തിൽ പഴുപ്പ് വരിക. ഇത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിച്ചില്ലെങ്കിൽ ഭാവിയിൽ അത് വൃക്ക തകരാറായിട്ട് വന്നിരിക്കും. കുട്ടികളിൽ ഒരു 2-3 വയസ്സ് കഴിഞ്ഞിട്ട് വരുന്നത് ഗ്ലോമറുലർ നെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞൊരു സാധാരണ ഒരു അസുഖമാണ്. അത് മൂത്രത്തിൽ അളവ് കുറയുക, മൂത്രത്തിൽ ചുമന്നരം വരിക, പിന്നെ ബ്ലഡ് പ്രഷർ കൂടുക, ശ്വാസം മുട്ടൽ വരിക. ഇത് ചിലപ്പം തൊണ്ടവേദനയോ അല്ലെങ്കിൽ ത്വക്ക് വിഭാഗത്തിൽ എന്തെങ്കിലും മുറിവോ പഴുപ്പോ വന്നു കഴിഞ്ഞാൽ പോസ്റ്റ് ഇൻഫെക്റ്റീവ് ഗ്ലോമറുലർ നെഫ്രൈറ്റിസ് ആയിട്ട് വൃക്കകളിനെ ബാധിക്കാം. ഇത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് മാറിക്കിട്ടുന്ന ഒരു അസുഖമാണ്. നെഫ്രോട്ടിക് സിൻഡ്രോം വേറെ ഒരു അസുഖമാണ്. അത് അമിതമായ മൂത്രത്തിൽ പ്രോട്ടീൻ വരിക, ശരീരം വീങ്ങി വരിക. നമ്മൾ രക്തം നോക്കുമ്പോഴത്തേക്ക് കൊളസ്ട്രോളിൻ്റെ ലെവൽ കൂടുതലായിരിക്കും, ബ്ലഡിൽ ആൽബുമിൻ ലെവൽ കുറവായിരിക്കും. അപ്പോൾ ഇതിന് കുട്ടികളിൽ മിക്കതും കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് എന്ന് പറഞ്ഞ് മരുന്ന് കൊടുക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. പക്ഷേ വീണ്ടും റിലാപ്സ് അടിക്കാൻ ചില കുട്ടികളിന് വീണ്ടും വരും. 90% അത് ഭാവിയിൽ പ്രശ്നം വരാത്തൊരു അസുഖമാണ് നെഫ്രോട്ടിക് സിൻഡ്രോം. പക്ഷേ ചിലതരം നെഫ്രോട്ടിക് സിൻഡ്രോം, പ്രത്യേകിച്ച് മീസോഞ്ചർ പ്രോളിഫറേറ്റീവ് അല്ലെങ്കിൽ മെംബ്രേനോ പ്രോളിഫറേറ്റീവ് ഗ്ലോമറുലർ നെഫ്രൈറ്റിസ്, IgA ഗ്ലോമറുലർ നെഫ്രൈറ്റിസ്, അത് ഭാവിയിലും കിഡ്നിനെ ബാധിക്കാം. അതുകൊണ്ട് ഈ കുട്ടികളിലും ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പ് വരേണ്ടത് നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. ഒരു 10-20 വയസ്സ് കഴിഞ്ഞ ആളുകൾക്കാണെങ്കിൽ കുട്ടികൾ, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ സിസ്റ്റമിക് ലൂപ്പസ് എരിത്തമെറ്റോസിസ്, ഇവർക്ക് മുഖത്തിൽ ചുമനിറം വരിക, റാഷ് വരിക, വായിൽ പൊട്ടൽ വരിക, മുട്ടുവേദന, പിന്നെ മൂത്രത്തിൽ ഇടയ്ക്കിടയ്ക്ക് ചുമനിറം വരിക. ഇത് സിസ്റ്റമിക് ലൂപ്പസ് എരിത്തമെറ്റോസിസിൻ്റെ ഒരു ലക്ഷണമാണ്. ഇത് പ്രധാനമായിട്ട് പെൺകുട്ടികളിലാണ് ഇത് കണ്ടുവരുന്നത്. ഇത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് ചിലപ്പോൾ ബയോപ്സി ചെയ്തപ്പോൾ എന്തോ തരമാണ് ലൂപ്പസ് നെഫ്രൈറ്റിസിൻ്റെ ക്ലാസ്, അതനുസരിച്ചുള്ള മരുന്ന് കൊടുക്കുകയാണെങ്കിൽ ഭാവിയിൽ വൃക്ക തകരാറ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിച്ചേക്കാം. ഒരു അഡൽട്ട് പീരിയഡിൽ നമുക്കൊരു 30 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർക്ക് ചിലപ്പം കൊച്ചിലേ വന്ന വൃക്ക ഡാമേജ് വന്നുകൊണ്ടാകാം തകരാറ് വരുന്നത്. ഞാൻ പറഞ്ഞത് വെസൈക്കോ റിഫ്ലക്സ് കൊച്ചിലേ വന്നെങ്കിലും അവർക്ക് അത് ചിലപ്പം ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കാതെ വരുമ്പോഴത്തേക്ക് നമ്മളൊരു 20 വയസ്സ് കഴിയുമ്പോഴത്തേക്കാണ് അത് മനസ്സിലാക്കി വരുന്നത് വൃക്കയ്ക്ക് ഡാമേജ് വന്നിട്ടുണ്ടെന്ന്. പിന്നെ ഉള്ളത് 50 വയസ്സ് കഴിഞ്ഞുള്ളവർക്ക് മൂത്രത്തിൽ തടസ്സം വരുമ്പോഴത്തേക്കും വൃക്കയ്ക്ക് തകരാറ് വരാം. പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർട്രോഫി ഒരു പ്രധാന കാരണമാണ്.
സാധാരണയ്ക്ക് നമ്മൾ മൂത്രം ഒഴിക്കുമ്പോഴത്തേക്ക് ഈ പ്രോസ്റ്റേറ്റിൻ്റെ ഇടയ്ക്കൂടെയാണ് പോകുന്നത്. അപ്പം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വലിപ്പം ആയിക്കഴിഞ്ഞാൽ ഇതിൽ മൂത്രത്തിൽ സ്പീഡ് കുറയുക, ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ തോന്നുക. പക്ഷേ അതേസമയം ചിലപ്പം കുറച്ച് നീറ്റലും പിന്നെ പണ്ടത്തിൻ്റെ അത്രയും സ്പീഡ് കിട്ടത്തില്ല. ചിലപ്പം തുള്ളിയായിട്ട് പോകും, ചിലപ്പം മൂത്രം അറിയാതെ പോകും. ഇത് പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി. അപ്പോൾ രാത്രിയിൽ അവർ 3-4 പ്രാവശ്യമൊക്കെ എഴുന്നേക്കേണ്ടി വരും. അപ്പോൾ നമ്മളെ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ആ പ്രോസ്റ്റേറ്റിൻ്റെ ഗ്ലാൻഡ് ഒന്നിൽ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയുള്ള മരുന്നുകളോ അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്ത പ്രോസ്റ്റേറ്റ് എടുത്ത് എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് ഭാവിയിൽ ഇവർക്ക് തകരാർ വരാതിരിക്കാനുള്ള നമുക്ക് സ്റ്റെപ്സ് എടുക്കാം. പിന്നെ ഉള്ളത് കൺജനിറ്റൽ പ്രശ്നങ്ങൾ നമുക്ക് അഡൽട്ട്ഹുഡിലായിരിക്കും ചിലപ്പോൾ അത് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് ഇതൊരു ജനറ്റിക് പ്രശ്നമാണ്. പക്ഷേ അതൊരു 20 വയസ്സ് 30 വയസ്സ് കഴിഞ്ഞിട്ടാണ് കിഡ്നിയിലെ സിസ്റ്റ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ ഇതും പ്രായം കൊണ്ട് ആ സിസ്റ്റിൻ്റെ വലിപ്പം കൂടുകയും പിന്നെ വൃക്കയുടെ ഡാമേജ് ക്രമേണ വർദ്ധിച്ചു വരും. അപ്പോൾ പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിലും അതിൻ്റെയും ബ്ലഡ് പ്രഷർ കൺട്രോൾ ആക്കുക, അതിൻ്റെ സിസ്റ്റിൻ്റെ സൈസ് കുറയ്ക്കാൻ വേണ്ടി ചില മരുന്നുകളൊക്കെ ഉണ്ട്. ഇതും പിന്നെ നമുക്ക് പക്ഷേ പൂർണ്ണമായിട്ട് ആ സിസ്റ്റ് നമുക്ക് മാറ്റാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇവരും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പ് ചെയ്ത് BP കൺട്രോൾ ആക്കിയിട്ട് വൃക്കയുടെ ഡാമേജ് ഇതിൻ്റെ വേഗത കുറയ്ക്കാൻ സാധിച്ചേക്കും. വൃക്ക ഡാമേജ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ അത് മനസ്സിലാക്കുക? ആദ്യ ഘട്ടത്തിൽ നമുക്ക് വലിയ സിംറ്റംസ് ഒന്നും കാണത്തില്ല. ദുർഭാഗ്യത്തിന് നമുക്കൊരു 80-90% വൃക്ക ഡാമേജ് വന്നു കഴിഞ്ഞാലേ രോഗലക്ഷണങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ആദ്യ ഘട്ടത്തിൽ നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് കുറേ ടെസ്റ്റുകൾ, നമുക്കപ്പം മൂത്രത്തിൽ ചിലപ്പോൾ ടെസ്റ്റുകൾ നമുക്ക് ചിലപ്പോൾ സ്കൂൾ പിള്ളേർ നമ്മൾ മൂത്രം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇവർക്ക് മൂത്രത്തിൽ പഴുപ്പുണ്ട്, മൂത്രത്തിൽ പ്രോട്ടീനുണ്ട്, മൂത്രത്തിൽ രക്തമയം ഉണ്ട്. പിന്നെ ചിലപ്പോൾ സ്കൂളും കോളേജിലും കയറുമ്പോഴത്തേക്ക് സ്ക്രീനിങ് നമ്മൾ മനസ്സിലാക്കാം അവർക്ക് ചിലപ്പം BP കണ്ടേക്കാം, ചിലപ്പോൾ യൂറിൻ ലെവലിൻ്റെ കൂടുതലായിരിക്കാം, ചിലപ്പോൾ മൂത്രത്തിൽ പ്രശ്നങ്ങൾ കാണാം. പിന്നെ പ്രീ എംപ്ലോയ്മെൻറ്റ് ചെക്കപ്പിലും ഒത്തിരി പേർക്ക് നമ്മൾ കണ്ടുവരുന്നു അവർക്കൊന്നും അറിയത്തില്ലായിരുന്നു കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നു. എംപ്ലോയ്മെൻറ്റിന് മുമ്പേ നമ്മൾ ചെക്കപ്പ് ചെയ്യുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇവർക്ക് കിഡ്നിക്ക് പ്രശ്നങ്ങളുണ്ടെന്ന്. പാരമ്പര്യമായിട്ട് നമുക്ക് പ്രമേഹ രോഗം, പ്രധാന വൃക്ക ഡാമേജ് വരാൻ പ്രധാന കാരണം പ്രമേഹ രോഗം, പിന്നെ അമിതമായ രക്തസമ്മർദ്ദം, ഇതെല്ലാം പാരമ്പര്യമായിട്ട് വരുന്ന അസുഖങ്ങളാണ്. അപ്പം അച്ഛനമ്മയ്ക്ക് പ്രമേഹ രോഗം ഉണ്ടെങ്കിൽ നമുക്കും കുട്ടികളിലും വരാനുള്ള ഒരു 40 മുതൽ 80% ആളുകൾക്ക് ചാൻസ് ഉണ്ട് ഭാവിയിൽ അവർക്ക് പ്രമേഹ രോഗം വരാൻ. പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക് വൃക്ക ഡാമേജ് ഉണ്ടെങ്കിലും കുട്ടികൾക്കും അത് ഭാവിയിൽ വൃക്ക ഡാമേജ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവർ നമ്മൾ നേരത്തെ തന്നെ മൂത്രം വലിയ സിംറ്റംസ് ഒന്നും വരുന്ന മുമ്പേ തന്നെ നമ്മൾ മൂത്രം ഇടയ്ക്കിടയ്ക്ക് മൈക്രോ ആൽബുമിനൂറിയ നോക്കും. ഈ മൈക്രോ ആൽബുമിനൂറിയ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനായ ചികിത്സ കൊടുക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് നോർമലോട്ട് കൊണ്ടുവരാം. നമ്മൾ ആദ്യ ഘട്ടത്തിൽ അത് കണ്ടുപിടിച്ചില്ലെങ്കിൽ പിന്നെ അത് പ്രോട്ടീൻ കൂട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് മരുന്ന് ഒഴിച്ച് തിരിച്ച് നോർമലാക്കാൻ പറ്റത്തില്ല. പിന്നെ ആ ഘട്ടത്തിൽ നമുക്ക് വൃക്ക ഡാമേജ് കൂടുന്നതിൻ്റെ വേഗത മാത്രമേ കുറയ്ക്കാൻ സാധിക്കത്തുള്ളൂ. പിന്നത്തെ ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ചിലപ്പം വയറിൻ്റെ സ്കാൻ എടുക്കാം. സ്കാൻ എടുക്കുമ്പോഴത്തേക്ക് വൃക്കകളുടെ സൈസ് നോർമലാണോ, ചെറുതാണോ, അതിൻ്റെ എക്കോജെനിസിറ്റി കൂടുതലാണോ, തടസ്സമുണ്ടോ, അതൊക്കെ നമുക്ക് സ്കാൻ കൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ചേക്കും. പിന്നെ ചിലപ്പം കിഡ്നിയുടെ ബയോപ്സി ടെസ്റ്റ് കൂടി ചിലപ്പോൾ ചെയ്യേണ്ടി വരും. മൂത്രത്തിൽ പ്രോട്ടീൻ, എന്തുകൊണ്ടായി പ്രോട്ടീൻ വരുന്നത്, മൂത്രത്തിൽ ചിലപ്പോൾ രക്തമയം കാണാം, പല കാരണങ്ങൾ ഗ്ലോമറുലർ നെഫ്രോസിന് പലതരം ഉണ്ട്, പലതിനും പല ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ നമ്മൾ കിഡ്നി ബയോപ്സി ചെയ്യുകയാണെങ്കിൽ എന്തോ തരമാണ് ഗ്ലോമറുലർ നെഫ്രൈറ്റിസ് ആണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ തക്കതായ ചികിത്സ കൊടുക്കുകയാണെങ്കിൽ ചികിത്സ നമുക്ക് അത് പൂർണ്ണമായിട്ട് ചിലപ്പോൾ മാറ്റി കിട്ടിയെന്ന് വന്നേക്കാം. വൃക്ക ഡാമേജ് ക്രമേണ കൂടി വരുമ്പോഴത്തേക്ക് പിന്നെ രോഗലക്ഷണങ്ങൾ കുറയ്ക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് അവർക്ക് നീര്, ശ്വാസമുട്ടൽ, ഛർദിൽ, ഇതൊക്കെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ തന്നെ ആഹാരക്രമം നോക്കും. വെള്ളത്തിൻ്റെ അംശം കുറയ്ക്കുക, ഉപ്പിൻ്റെ അംശം കുറയ്ക്കുക, മൂത്രം കൂടുതൽ പോകാനുള്ള മരുന്നുകൾ കൊടുക്കുക, രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യുക. പിന്നെ വൃക്ക ഡാമേജ് വരുമ്പോഴത്തേക്ക് ബ്ലഡിൽ ഹീമോഗ്ലോബിനൊക്കെ കുറവായിരിക്കും. അതിൻ്റെ ഹീമോഗ്ലോബിൻ ലെവൽ കൂട്ടാൻ വേണ്ടി എരിത്രോപോയിറ്റിൻ മുതലായ വേറെ മരുന്നുകളുണ്ട്. അപ്പോൾ അത് ഈ ഹീമോഗ്ലോബിൻ കുറയുമ്പോഴാണ് സാധാരണ ക്ഷീണവും ഒക്കെ വരുന്നത്, ജോലി ചെയ്യാൻ ഉന്മേഷക്കുറവ്. അപ്പോൾ ഇങ്ങനത്തെ മരുന്ന് കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഹീമോഗ്ലോബിൻ ലെവൽ നമുക്ക് കൂട്ടുവാണെങ്കിൽ പിന്നെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് അല്പം കൂടി ബെറ്ററായിട്ട് കിട്ടും. പിന്നെ ബ്ലഡ് പ്രഷർ, രക്തസമ്മർദ്ദം നല്ല കൺട്രോൾ ആവണം. ബ്ലഡ് പ്രഷർ കൂടിക്കഴിഞ്ഞാൽ വൃക്ക ഡാമേജിൻ്റെ കൂടുന്നതിൻ്റെ വേഗത ഒത്തിരി കൂടും. അതുകൊണ്ട് നമ്മൾ ബ്ലഡ് പ്രഷർ നല്ല കൺട്രോൾ ആക്കുകയാണെങ്കിൽ വൃക്ക ഡാമേജ് കൂടുന്നതിൻ്റെ വേഗത നമുക്ക് ഒത്തിരി കുറയ്ക്കാൻ സാധിച്ചേക്കും. പിന്നെ വൃക്ക ഡാമേജ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഡയാലിസിസും കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനാണ് വേണ്ടി വരുന്നത്. ഇത് രണ്ടും വില കൂടിയ ട്രീറ്റ്മെൻറ്റുകളാണ്. അപ്പം ചിലവർക്കൊക്കെ മാത്രമേ അത് അഫോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ വൃക്ക അസുഖം നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ ചികിത്സിക്കുകയാണെങ്കിൽ ഭാവിയിൽ വൃക്ക ഡാമേജ് വരാതിരിക്കാൻ നമുക്ക് ഒത്തിരി നിയന്ത്രിക്കാൻ സാധിച്ചേക്കും. നന്ദി, നമസ്കാരം.